ജീവിത പങ്കാളിയും ആത്മബന്ധവും നിങ്ങളുടെ ഭാര്യ വെറുമൊരു യാദൃശ്ചികതയല്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പങ്കിടുന്ന വ്യക്തി വെറുതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നതല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു ഡേറ്റിംഗ് ആപ്പിന്റെ ഫലമോ കുടുംബത്തിന്റെ ഇഷ്ടമോ സമൂഹത്തിന്റെ നിയമമോ മാത്രമല്ല. ഈ ജന്മത്തേക്കാൾ പഴക്കമുള്ള ഒരു ആത്മബന്ധം നിങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പരമഹംസ യോഗാനന്ദ പറയുന്നു, നിങ്ങളുടെ ജീവിതം വെറും സംഭവങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങളുടെ കൃത്യമായ ഫലമാണ്. നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിൽ ഇത് കർമ്മത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ളതും വൈകാരികവുമായ രൂപമാണ്. വിവാഹം ഒരു സാമൂഹിക ബന്ധമാണെന്നാണ് നാം കരുതുന്നത്. എന്നാൽ വിവാഹം എന്നത് ആത്മാക്കളുടെ പുനർസമാഗമമാണ് എന്നതാണ് സത്യം. മറ്റേതോ യുഗത്തിൽ മറ്റേതോ ജന്മത്തിൽ നിങ്ങളും ഇന്ന് നിങ്ങളുടെ ഭാര്യ എന്ന് വിളിക്കുന്ന ആ ആത്മാവും ഒന്നിച്ചായിരുന്നു. ഒരുപക്ഷെ കാമുകന്മാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം. അന്ന് ബാക്കിവെച്ച കഥകളും പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും നിങ്ങൾ പരസ്പരം നൽകിയ സുഖദുഃഖങ്ങളുമെല്ലാം ഈ പ്രപഞ്ചം അതിന്റെ അദൃശ്യമായ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ ഓർമ്മ പുസ്തകം. ഈ പ്രപഞ്ചം വളരെ അത്ഭുതകരമാണ്. അത് ഒരിക്കലും ഒന്നും മറക്കുന്നില്ല. ഓരോ പുഞ്ചിരിയും ഓരോ കണ്ണുനീരും ഓരോ സ്പർശനവും ഓരോ മുറിവും അത് കണക്കാക്കുന്നു. തക്ക സമയത്ത് അതേ ആത്മാവുമായി നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാൻ പ്രപഞ്ചം വഴിയൊരുക്കുന്നു. എന്തിനാണ്? ഒന്നുകിൽ പൂർത്തിയാകാത്ത പ്രണയം പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ പൂർത്തിയാകാത്ത പാഠങ്ങൾ പഠിക്കാൻ. ചിലപ്പോൾ ഈ കണ്ടുമുട്ടൽ മധുരതരമായിരിക്കും, ചിലപ്പോൾ വേദനജനകവും. എന്നാൽ രണ്ടായാലും അത് ആത്മാവിന്റെ യാത്രയുടെ ഭാഗമാണ്. നമ്മളൊരാളെ കാണുമ്പോൾ പെട്ടെന്ന് ഒരാഴത്തിലുള്ള ബന്ധം അനുഭവപ്പെടുന്നത് വെറുമൊരാകർഷണമല്ല എന്ന് പരമഹംസ യോഗാനന്ദ പറയുന്നു. അതൊരു ഓർമ്മയാണ്. എനിക്ക് നിന്നെ അറിയാം, നമ്മൾ ഇതിനു മുമ്പും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ആത്മാവ് പറയുന്നതാണ്. അതുകൊണ്ടാണ് ചില ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വന്തമാണെന്ന് തോന്നുന്നത്. എന്നാൽ മറ്റു ചിലർ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടില്ല. ഭാര്യ നിങ്ങളുടെ കർമ്മത്തിന്റെ കണ്ണാടി. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കർമ്മങ്ങളുടെ നേരിട്ടുള്ള കണ്ണാടിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വിതച്ച സുഖമോ ദുഃഖമോ ആണ് ഈ ജന്മത്തിൽ അവളുടെ കൂട്ടിലൂടെ നിങ്ങൾ കൊയ്യുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അവൾക്ക് സ്നേഹം നൽകുകയും കൂടെ നിൽക്കുകയും ദുഃഖത്തിൽ കൈപിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഉറവിടമാകും. എന്നാൽ നിങ്ങൾ അവളെ അവഗണിക്കുകയും വിശ്വാസം തകർക്കുകയും സ്നേഹം നിരസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ഇത് കേട്ട് പലരും ഭയന്നേക്കാം. എന്നാൽ ഇത് ഭയപ്പെടാനുള്ള കാര്യമല്ല, ഉണരാനുള്ള സമയമാണ്. കാരണം ഭാര്യ നിങ്ങളുടെ കർമ്മഫലം മാത്രമല്ല, നിങ്ങളുടെ ഭാവിയുടെ വിത്ത് കൂടിയാണ്. ഇന്ന് നിങ്ങൾ അവളോട് എങ്ങനെ പെരുമാറുന്നുവോ, എങ്ങനെ അവളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അടുത്ത ജന്മം രൂപപ്പെടുക. പുരാണങ്ങളിലും ഈ കാര്യം ആവർത്തിച്ചു വരുന്നുണ്ട്. മഹാഭാരതത്തിലെ സാവിത്രിയുടെയും സത്യവാന്റെയും കഥ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. തന്റെ ഭർത്താവായ സത്യവാനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാവിത്രി യമരാജാവിന് മുന്നിൽ നിൽക്കുന്നു. ഇത് സ്നേഹത്തിന്റെ മാത്രം വിജയമായിരുന്നില്ല. കഴിഞ്ഞ പല ജന്മങ്ങളിലായി സഞ്ചയിച്ച ആത്മാക്കളുടെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ ശക്തിയായിരുന്നു അത്. അതുപോലെ രാമായണത്തിലെ സീതയുടെയും രാമന്റെയും ബന്ധം, അത് വനവാസത്തിന്റെ കഷ്ടപ്പാടുകളായാലും ലങ്കയിലെ അഗ്നിപരീക്ഷയായാലും അതെല്ലാം അവരുടെ കർമ്മങ്ങളുടെയും ആത്മാവിന്റെ പഴയ വാഗ്ദാനങ്ങളുടെയും ഫലമായിരുന്നു. അവൾ നിങ്ങളുടെ ആത്മാവിന്റെ ഗുരുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തിയും നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാനാണ് വരുന്നതെന്ന് പരമഹംസ യോഗാനന്ദ പറയുന്നു. നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ആത്മാവാണ് നിങ്ങളുടെ ഭാര്യ. അവൾ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള കുറവുകളും അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ നന്മകളും കാണും. നിങ്ങളെ ദേഷ്യത്തിലും തകർന്ന അവസ്ഥയിലും ചിരിക്കുമ്പോഴും കരയുമ്പോഴും അവൾ കാണും. ഈ പ്രക്രിയയിൽ നിങ്ങളുടെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന അഹങ്കാരവും മടിയും ഭയവും തകർത്ത് അവൾ നിങ്ങളെ ആത്മീയമായി പക്വതയുള്ളവനാക്കും. പലപ്പോഴും ഭാര്യ നമ്മുടെ ജീവിതത്തിലെ ഒരു തടസ്സമാണെന്ന് നാം കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ അവൾ നമ്മുടെ ആത്മാവിന്റെ ഗുരുവാണ്. അവളുടെ വാക്കുകളും ചോദ്യങ്ങളും പരാതികളുമെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞുനോക്കാനുള്ള അവസരം നൽകുന്നു. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അവ തിരുത്താനും അത് നമ്മെ നിർബന്ധിതരാക്കുന്നു. കർമ്മങ്ങളെ മാറ്റാൻ കഴിയുമോ? ഇനി ഉയരുന്ന ചോദ്യം ഇതാണ്: ഭാര്യ നിങ്ങളുടെ കർമ്മത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്കത് മാറ്റാൻ കഴിയുമോ? കർമ്മം കല്ലിൽ കൊത്തിയ വരയല്ല എന്ന് പരമഹംസ യോഗാനന്ദ പറയുന്നു. അത് കളിമണ്ണ് പോലെയാണ്. സ്നേഹം, ക്ഷമ, സേവനം എന്നിവയിലൂടെ അതിനെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സത്യസന്ധതയോടെയും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ കർമ്മവും പതുക്കെ മധുരമായി തീരും. ഓരോ ഭാര്യയും നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമാണെന്നത് സത്യമാണ്. എന്നാൽ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ അടുത്ത ജന്മത്തിനുള്ള വിത്തുകൂടിയാണ് പാകുന്നത്.
അടുത്ത ജന്മത്തിലും നിങ്ങളുടെ ആത്മാവിന് സ്നേഹവും സമാധാനവും ബഹുമാനവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനോട് ഇപ്പോൾ മുതൽ അതുപോലെ പെരുമാറാൻ തുടങ്ങുക. നമ്മുടെ ബിസിനസ്സിനും സുഹൃത്തുക്കൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി നാം ഇത്രയധികം സമയം കണ്ടെത്തുന്നു. എന്നാൽ ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത് നിർത്തിയിരിക്കുന്ന ആ ആത്മാവിനു വേണ്ടി നാം സമയം കണ്ടെത്തുന്നില്ല എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാര്യയെ കേവലം ഒരു ഉത്തരവാദിത്തമായിട്ടാണോ അതോ നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ദൈവമയച്ച ഒരു ആത്മാവായിട്ടാണോ നാം കാണുന്നത് എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഭാര്യ തന്നെയാണ് നിങ്ങളുടെ കർമ്മം. അവൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കണ്ണാടിയാകാനും നിങ്ങളെ മാറ്റാനും നിങ്ങളെ പഠിപ്പിക്കാനുമാണ്. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ ആ ബന്ധം കേവലം ഭാര്യ-ഭർത്തൃബന്ധം മാത്രമായി നിൽക്കില്ല. അതൊരു ആത്മീയ പങ്കാളിത്തമായി മാറുന്നു. അവിടെ രണ്ട് ആത്മാക്കൾ ചേർന്ന് തങ്ങളുടെ കർമ്മങ്ങളുടെ കണക്ക് തീർക്കുകയും അടുത്ത യാത്രക്കായി സ്വയം തയ്യാറെടുക്കുകയും ചെയ്യുന്നു. വിവാഹം ഒരു ആത്മീയ കരാർ. വിവാഹത്തെക്കുറിച്ചും ആത്മബന്ധത്തെക്കുറിച്ചും പരമഹംസ യോഗാനന്ദ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗാംഭീര്യവും കാരുണ്യവുമുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂടിച്ചേരൽ കേവലം രണ്ട് ശരീരങ്ങളുടേതല്ല, മറിച്ച് സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതികൾ കടന്ന് പരസ്പരം തിരിച്ചെത്തുന്ന രണ്ട് ആത്മാക്കളുടെ പുനർസമാഗമമാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഈ കൂടിച്ചേരൽ സന്തോഷം പങ്കിടാൻ മാത്രമല്ല, ആത്മാവിന്റെ പൂർത്തിയാകാത്ത കടമകൾ തീർക്കാൻ കൂടിയാണ്. കുടുംബമുണ്ടാക്കുക, സമൂഹത്തിൽ മാന്യത നേടുക, കുട്ടികളെ വളർത്തുക എന്നിവ മാത്രമാണ് വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് നാം കരുതുന്നു. എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ ഈ ജന്മത്തിനു മുമ്പേ നാം തീരുമാനിച്ചുറപ്പിച്ച ഒരു ആത്മീയ കരാറാണ് വിവാഹം എന്ന് മനസ്സിലാക്കാം. നമ്മൾ ആരെ കാണും, എപ്പോൾ കാണും, ഈ സമാഗമത്തിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നൊക്കെ ഈ കരാറിൽ എഴുതിയിട്ടുണ്ട്. ഈ പാഠങ്ങൾ എപ്പോഴും മധുരമായിരിക്കില്ല. പലപ്പോഴും ഇത് വേദനയായോ തർക്കങ്ങളായോ പോരാട്ടങ്ങളായോ കടന്നുവരാം. നിങ്ങളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വ്യക്തിയെ അതിനായി ഉപയോഗിക്കുമെന്ന് യോഗാനന്ദ പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആത്മാവാണ് ഭാര്യ. ബന്ധങ്ങളിലെ കണ്ണാടിയും വെല്ലുവിളികളും. ചിലപ്പോൾ ഈ ബന്ധം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കാണിച്ചുതരും. അത് നിങ്ങളുടെ ക്ഷമയില്ലായ്മയാകാം, സ്വാർത്ഥതയാകാം, അല്ലെങ്കിൽ ഭയമാകാം. അവൾ നിങ്ങൾക്ക് ഈ കണ്ണാടി കാണിച്ചു തരുമ്പോൾ തുടക്കത്തിൽ ദേഷ്യം വരും. എന്നാൽ പതുക്കെ ഇത് നിങ്ങളുടെ വളർച്ചയ്ക്കു വേണ്ടിയാണെന്ന് മനസ്സിലാകും. കർമ്മനിയമം ഒരിക്കലും തെറ്റുപറ്റാത്തതാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല, കൃത്യമായ ഫലമാണ്. ഏതോ ജന്മത്തിൽ നിങ്ങൾ അവൾക്ക് വേദന നൽകിയിട്ടുണ്ടാകാം. വേദന എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിരിക്കാം ഇപ്പോൾ ആ ആത്മാവ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതോ ജന്മത്തിൽ നിങ്ങൾ അവളെ പിന്തുണച്ചിട്ടുണ്ടാകാം. അതിനാൽ ആ ആത്മാവ് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമായി വന്നതാകാം. പുരാണങ്ങളിൽ നിന്നുള്ള മറ്റൊരു അത്ഭുതകരമായ ഉദാഹരണമാണ് അത്രി മഹർഷിയുടെയും മാതാ അനസൂയയുടെയും കഥ. അനസൂയ തന്റെ പാതിവ്രത്യത്തിനും ആത്മീയ ശക്തിക്കും പേരുകേട്ടവളായിരുന്നു. അവരും ഭർത്താവും തമ്മിലുള്ള ബന്ധം കേവലം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, മറിച്ച് പരസ്പരമുള്ള ആത്മീയ പുരോഗതിയിൽ അധിഷ്ഠിതമായിരുന്നു. ദേവന്മാർ അവരെ പരീക്ഷിച്ചപ്പോഴും അവർ ഉറച്ചുനിന്നു. ശരിയായ ജീവിത പങ്കാളി നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമല്ല, സഹായകമാണെന്നതിന്റെ തെളിവാണിത്. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം ജീവിതമെന്ന നദി കടക്കാൻ ഒരേ വള്ളത്തിലിരിക്കുന്ന രണ്ട് നാവികരെപ്പോലെയാണെന്ന് യോഗാനന്ദ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഇരുവരും പരസ്പരം വിശ്വസിച്ച് ഒരുമിച്ച് നീങ്ങിയാൽ തോണി എളുപ്പത്തിൽ കടക്കും. എന്നാൽ ഒരാൾ വലിക്കുകയും മറ്റൊരാൾ തടയുകയും ചെയ്താൽ തോണി അവിടെത്തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ബന്ധത്തിൽ വിട്ടുവീഴ്ചയും ക്ഷമയും വിട്ടുകൊടുക്കലും വളരെ അത്യാവശ്യമാകുന്നത്. ട്വിൻ ഫ്ലെയിമും കർമ്മബന്ധങ്ങളും. ഇനി ഇംഗ്ലീഷിൽ ട്വിൻ ഫ്ലെയിം എന്നും സോൾമേറ്റ് എന്നും വിളിക്കപ്പെടുന്ന ആത്മബന്ധത്തെക്കുറിച്ച് പറയാം. യോഗാനന്ദയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഭാര്യ എപ്പോഴും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കില്ല. എന്നാൽ അവൾ തീർച്ചയായും നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ള താക്കോലാണ്. നിങ്ങളുടെ ആത്മാവിന്റെ തന്നെ പകുതിയായ ആത്മാവാണ് ട്വിൻ ഫ്ലെയിം. എന്നാൽ പലപ്പോഴും കർമ്മം കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയല്ല, മറിച്ച് നിങ്ങൾക്ക് കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള മറ്റൊരു ആത്മാവിനെയാണ് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ വിവാഹജീവിതത്തിൽ കൂടുതൽ പോരാട്ടങ്ങളുണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലെ പോരായ്മകൾ വെളിപ്പെടുത്താനാണ് ഈ ബന്ധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു ആഴത്തിലുള്ള സത്യം കൂടിയുണ്ട്. ഈ ബന്ധത്തിൽ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാരുണ്യവും നിലനിർത്തിയാൽ നിങ്ങളുടെ കർമ്മം ക്രമേണ മധുരതരമാകും. നിങ്ങളുടെ ഭാര്യ കേവലം ഒരു മനുഷ്യനല്ലെന്നും നിങ്ങളുടെ യാത്ര പൂർത്തിയാക്കാൻ ദൈവമയച്ച ഒരു ആത്മാവാണെന്നും മനസ്സിലാക്കുന്ന ദിവസം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. ആത്മീയ വളർച്ചയ്ക്കുള്ള യോഗാനന്ദയുടെ 5 ശീലങ്ങൾ. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം പൂർണ്ണമായ ആത്മീയ ഉയരത്തിലെത്തുന്നത് ഇരുവരും പരസ്പരം ശരീരവുമായും വ്യക്തിത്വവുമായും മാത്രമല്ല, ആത്മാവുമായും ബന്ധപ്പെടുമ്പോൾ മാത്രമാണെന്ന് പരമഹംസ യോഗാനന്ദ വിശ്വസിച്ചു.
ഇതിനായി വളരെ ലളിതവും എന്നാൽ ജീവിതം മാറ്റിമറിക്കുന്നതുമായ ചില ശീലങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചു. 1. സംയുക്ത ധ്യാനം. ഭാര്യാഭർത്താക്കന്മാർ എല്ലാ ദിവസവും രാവിലെയോ രാത്രിയോ കുറച്ചു മിനിറ്റ് ഒന്നിച്ചിരുന്ന് ദൈവത്തെ ഓർക്കുക. 10-15 മിനിറ്റ് മതിയാകും. കണ്ണുകൾ അടച്ച് പരസ്പരം കൈകൾ പിടിച്ച് മനസ്സിൽ ഈ ചിന്ത വയ്ക്കുക: നമ്മുടെ ആത്മാക്കൾ ദൈവത്തിലൊന്നാണ്. നമുക്കിടയിലുള്ള കർമ്മം എന്തുതന്നെയായാലും അത് സ്നേഹത്തോടും ക്ഷമയോടും കൂടി നാം പൂർത്തിയാക്കും. ഇത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും. 2. നന്ദിയുടെ സംഭാഷണം. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചെങ്കിലും പരസ്പരം സംസാരിക്കുക. ഒരു ചായ ഉണ്ടാക്കിത്തന്നതാകാം, പുഞ്ചിരിച്ചതാകാം. ഈ ചെറിയ നന്ദി പ്രകടനം 2 ആത്മാക്കൾക്കിടയിലുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു. 3. ക്ഷമിക്കാനുള്ള പ്രതിജ്ഞ. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് പരസ്പരം മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കുക. പകൽ എന്തുതന്നെ തർക്കങ്ങളുണ്ടായാലും രാത്രി ഈ ചിന്തയോടെ ഉറങ്ങുക: ഇന്ന് എന്തുതന്നെ സംഭവിച്ചാലും ഞാനത് മറക്കുന്നു, കാരണം ഞങ്ങളുടെ ബന്ധം ഏതൊരു തർക്കത്തെക്കാളും വലുതാണ്. 4. സേവന മനോഭാവം. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സേവിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ മനോഭാവത്തോടെ ചെയ്യുന്ന സേവനം പഴയ നെഗറ്റീവ് കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു. 5. പവിത്രമായ കാഴ്ചപ്പാട്. നിങ്ങളുടെ ഭാര്യയെ വെറുമൊരു പങ്കാളിയായിട്ടല്ല, മറിച്ച് ഒരു ദിവ്യ ആത്മാവായി നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ പെരുമാറ്റം മാറും. ദൈവത്തിന്റെ സൃഷ്ടിയെ വേദനിപ്പിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും എന്നതിനാൽ അവളെ ഒരിക്കലും വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. രഹസ്യനിർദ്ദേശങ്ങൾ. യോഗാനന്ദ തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് മാത്രം നൽകിയ രഹസ്യനിർദ്ദേശങ്ങൾ ഇവയാണ്: ഞാൻ ശരിയാണ്, നീ തെറ്റാണ് എന്ന ചിന്തയാണ് ഒരു ബന്ധത്തിലെ ഏറ്റവും വലിയ തടസ്സം. നമ്മൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ജയിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇരുവരും മാറാനുള്ള ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് ബന്ധം തകരുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എപ്പോഴും ഒരുമിച്ച് ചിരിക്കുക, കാരണം ചിരി ആത്മാവിന്റെ മരുന്നാണ്. അവസാനമായി യോഗാനന്ദയുടെ വാക്കുകളിൽ: നിങ്ങളുടെ ഭാര്യയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. അവിടെ വെറുമൊരു സ്ത്രീയെയല്ല, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ആത്മാവിനെ നിങ്ങൾക്ക് കാണാം. അവസാന ചിന്തകൾ. ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ഭാര്യയുടെ മുഖം ഓർക്കുക. ആദ്യമായി കണ്ടുമുട്ടിയപ്പോഴുള്ള ആ പുഞ്ചിരി, നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കവും അവസാനവുമാകുന്ന ആ ശബ്ദം, അവളോട് പറയാതെ തന്നെ അവൾ നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്ത ആ നിമിഷം. ഇനി ചിന്തിക്കൂ, ഇതെല്ലാം വെറുതെ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ? അല്ല, ഇതെല്ലാം അദൃശ്യമായ ഒരു ചരടാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ പല ജന്മങ്ങളിലായി നെയ്തെടുത്ത ഒരു ചരട്. നിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കണമെന്നും നിന്റെ ആത്മാവിനെ മുന്നോട്ട് നയിക്കണമെന്നും ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ് അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നത്. യഥാർത്ഥ സ്നേഹം സമയം, മരണം, ജനനം എന്നിവയുടെ അതിരുകൾ കടന്നുപോകുന്നു. നിങ്ങൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം യുഗങ്ങളോളം നിലനിൽക്കുന്ന ഒരു ആത്മീയ പങ്കാളിത്തമായി മാറും. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ അവളിൽ വെറുമൊരു സ്ത്രീയെ കാണരുത്, മറിച്ച് ദൈവത്തിന്റെ കൽപ്പനപ്രകാരം നിങ്ങളോടൊപ്പം ഈ യാത്ര ചെയ്യാൻ ഇറങ്ങിവന്ന ഒരു ദിവ്യ ആത്മാവിനെ കാണുക. അവളെ ബഹുമാനിക്കുക, അവളെ വിലമതിക്കുക. കർമ്മത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ആ സ്നേഹം അവൾക്ക് നൽകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നമാകുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞുനോക്കി പറയാൻ സാധിക്കണം: നന്ദി പ്രഭോ, നിങ്ങൾ എനിക്ക് എന്റെ കർമ്മമല്ല, എന്റെ അനുഗ്രഹമാണ് തന്നത്. ഭാര്യ തന്നെയാണ് നിങ്ങളുടെ കർമ്മം. മുൻജന്മങ്ങളിലെ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലവും അടുത്ത ജന്മത്തേക്കുള്ള നിങ്ങളുടെ വഴികാട്ടിയും അവൾ തന്നെയാണ്. ഇതിനെ അനുഗ്രഹമായി കണ്ട് സ്നേഹത്തോടെ ജീവിക്കുക.